ശക്തികളുടെ ഇടപെടലിന്റെ സഹായത്തിന്റെ ഉൽപ്പന്നമാണ് ഈ പ്രവർത്തനങ്ങൾ പോപ്പുലർ ഫ്രണ്ടും RSS നടക്കുന്നത്. ഇങ്ങനെ വേണം നമ്മൾ ഈ വിഷയത്തെ കാണാൻ. അവിടെയാണ് ജനപക്ഷ വികസനവും മതനിരപേക്ഷ കേരളവും എന്ന രണ്ട് മുദ്രാവാക്യം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കാരണം. ഇപ്പൊ ഈ വിഷയം ഉണ്ടായല്ലോ, ന്യൂമാൻ കോളേജിലെ സെക്കൻഡ് BCom ചോദ്യപേപ്പറിലെ മലയാളം ചോദ്യത്തിലെ ഒരു ഭാഗത്ത് ഇസ്ലാം മതത്തിന്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശപ്പെടുത്തുന്ന ഒരു പരാമർശം വന്നു. നിർഭാഗ്യകരം, ഒരിക്കലും വരാൻ വേണ്ടി പാടില്ല. അത് മുസ്ലിം മതവിശ്വാസികളെ മാത്രമല്ല, അവരുടെ ഹൃദയത്തെ മാത്രമല്ല വ്രണപ്പെടുത്തിയത്. കേരളത്തിലെ മതനിരപേക്ഷത മനസ്സുള്ള മുഴുവൻ ജനവിഭാഗങ്ങളും അതിൽ പ്രയാസമുണ്ടായി. കേരളത്തിലെ ഗവൺമെന്റിന്റെ സംയോജിതമായ ഇടപെടൽ ആ അധ്യാപകനെതിരെ നടപടിയെടുത്തു. അധ്യാപകനെതിരെ കനത്ത ശിക്ഷയ്ക്കുള്ള വകുപ്പുകൾ ചുമത്തി കേസ് ചാർജ് ചെയ്തു. ഇടപെട്ടു കേരളത്തിലെ ഗവൺമെന്റ്. കേരളത്തിലെ ഗവൺമെന്റിന്റെ ഇടപെടലും കേരളത്തിലെ മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന മനസ്സുകളുടെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ ശ്രമഫലമായി ആ വിഷയം അവിടെ അവസാനിച്ചു. പക്ഷെ അവിടെ അവസാനിച്ചു നമ്മൾ വിചാരിച്ച വിഷയം. ആ ജോസഫ് എന്ന് പറയുന്ന അധ്യാപകൻ പള്ളിയിൽ അമ്മക്ക് സഹോദരിക്കൊപ്പം പള്ളിയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഹിന്ദി സിനിമാ സ്റ്റൈലിൽ മുമ്പിൽ ഒമ്നി വാൻ കൊണ്ടുപോയിട്ട് ചാടി ഇറങ്ങി പുറത്തേക്ക് ഇറക്കി ഗവൺമെന്റിന്റെ ശിക്ഷയൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല, ശിക്ഷ ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ അധ്യാപകന്റെ കൈവെട്ടി കേരളീയ മതേതര സമൂഹത്തെ ഞെട്ടിച്ചു പോപ്പുലർ ഫ്രണ്ട്. അവിടെ ആ വിഷയം ചർച്ച ചെയ്യപ്പെട്ടത്. പിറ്റേന്ന് ഇന്ത്യ വിഷയം ഞാൻ കണ്ടപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു നേതാവ് കോയ പ്രൊഫസറാണ്. പ്രൊഫസറിന് കൂട്ടി മാഷെന്ന് വിളിക്കാൻ ഞാൻ തയ്യാറല്ല. കോയ, ആ കോയ ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഇത് ചെയ്തത് പോപ്പുലർ ഫ്രണ്ട് അല്ല. അത് പറഞ്ഞ് പിറ്റേ ദിവസം കേരളത്തിലെ പോലീസ് ഇടതുപക്ഷത്തിന്റെ പോലീസാണെന്ന് തെളിയിക്കുന്ന രീതിയിലേക്ക് മുഖം നോക്കാതെ പോലീസ് ഇടപെട്ട് റെയ്ഡുകൾ നടത്തി സീഡികൾ പിടിച്ചപ്പോൾ മൂവാറ്റുപുഴയിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിന്റെ ഇടപെടലുകളാണ് ആ കൈവെട്ട് സംഭവത്തിന്റെ പിന്നിലെന്ന് തെളിഞ്ഞു എന്ന് മാത്രമല്ല 5 തവണ നടത്തി പരാജയപ്പെട്ട ഓപ്പറേഷനാണ് 6ാമത് വിജയിച്ചത് എന്നും കണ്ടെത്തി. സീഡികൾ പിടിച്ചത് എന്താ സീഡികൾ പറയുന്നത്? ഒന്ന് പ്രധാനമായിട്ടും പറയുന്നത്, അന്ത്യപ്രവാചകനെതിരെ പരാമർശം വന്നപ്പോ പ്രതികരിച്ചതാണോ തെറ്റ്? DYFI നമ്മളൊക്കെ പറയാറില്ലേ, ഹർത്താൽ നടത്തുന്നതാണോ തെറ്റ്? വില കയറ്റിയ ഗവൺമെന്റിന്റെ നിലപാടല്ലേ തെറ്റ് എന്ന് ചോദിക്കുന്നത് പോലെ പ്രതികരിച്ച ഹർത്താൽ നടത്തിയാണോ തെറ്റ്? നമ്മൾ ചോദിച്ചതുപോലെ ചോദിക്കുകയാണ്, പ്രവാചകൻ എന്താ നടത്തിയതിന് കൈവെട്ടിയതാണോ പ്രതികരിച്ചാണോ തെറ്റ്? ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വം ഇസ്ലാമിക ചരിത്രമെന്ന് മനഃപ്പാടമാക്കുന്നത് നല്ലതാണ്. ഇസ്ലാം മറ്റു മതത്തെ പോലെ സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സന്ദേശം പരത്തുന്ന മതമാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ പ്രവാചകനുണ്ടല്ലോ, അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം 23 കൊല്ലം ഭൂമിയിൽ ജീവിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഒരു പ്രശസ്തനായ കവി, പേര് കഹബ്. ജീവിതത്തിലുടനീളം കഹബ് ബിൻ സുഹൈർ എന്ന് പറയുന്ന കവി തന്റെ കവിതകളിൽ അസംബന്ധങ്ങൾ മുഹമ്മദിനെതിരെ വ്യക്തിഹത്യ നടത്തുവാൻ വേണ്ടി പ്രചരിപ്പിച്ചു. നാട് മുഴുവൻ പ്രചരിപ്പിച്ചു. അസംബന്ധങ്ങൾ, കുപ്രചരണങ്ങൾ കവിതകളിലൂടെ, കഥകളിലൂടെ, കൈയെഴുത്ത് പോസ്റ്ററുകളിലൂടെ മുഹമ്മദിനെ വ്യക്തിഹത്യ നടത്താൻ കഹബ് പ്രചരിപ്പിച്ചു. അവസാനം അന്നത്തെ ഭരണകൂടം കഹബിനെ കണ്ടാൽ തലവെട്ടാൻ വേണ്ടിയിട്ടുള്ള ശിക്ഷ വിധിച്ചു. കഹബ് ഒഴിവുപോയി. മുഹമ്മദ് പ്രഖ്യാപിച്ചു, കഹബ് എന്റെ വ്യക്തിപരമായ ശത്രുവാണ്, പൊതുശത്രുവല്ല, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തലവെട്ടുന്നത് ശരിയല്ല. മുഹമ്മദിന് മുമ്പിൽ കഹബ് പർദ്ദ ധരിച്ച് വേഷം മാറി വന്നു. പർദ്ദ ധരിച്ച പിന്നെ ഉള്ളിലെ ആളെ മനസ്സിലാവില്ല. മുഹമ്മദിന് മുമ്പിൽ കഹബ് പർദ്ദ ധരിച്ചു വന്നു. മുഹമ്മദിന്റെ ഇടതും വലതും ഭാഗത്ത് കൂട്ടാളികൾ, അരയിൽ വാളുമുള്ള കൂട്ടാളികൾ ഉണ്ടായിരുന്നു. പർദ്ദ ധരിച്ച് മുമ്പിൽ വന്നത് തന്റെ ശത്രു കഹബാണെന്ന് മുഹമ്മദ് തിരിച്ചറിഞ്ഞിട്ടും അറിയാത്ത പോലെ നിന്നു. കഹബ് ചോദിച്ചു, അല്ലയോ മുഹമ്മദ്, താങ്കളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശത്രു ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ജീവിതത്തിൽ എന്റെ ഏറ്റവും വലിയ ശത്രു കഹബ് ബിൻ സുഹൈറാണ്. കാരണം 23 കൊല്ലം എനിക്കെതിരെ അസംബന്ധങ്ങൾ പ്രചരിപ്പിച്ച വ്യക്തിയാണ്. ഉടനെ കഹബ് ചോദിച്ചു, ആ ശത്രു താങ്കളുടെ മുമ്പിൽ ഹാജരായിക്കൊണ്ട് എല്ലാം മാപ്പ് പറയാൻ തയ്യാറായാൽ എന്തായിരിക്കും താങ്കളുടെ നിലപാട്? മുഹമ്മദ് പറഞ്ഞു, അങ്ങനെ മാപ്പ് പറയാൻ തയ്യാറായാൽ ഞാൻ എല്ലാം പുറത്തു കൊടുക്കും, പുറത്തു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വം പഠിക്കണം. അപ്പൊ കഹബ് തന്റെ പർദ്ദയുടെ ഫ്രണ്ട് ഭാഗം തുണി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുഖം കാണിക്കുന്നു.
മുഹമ്മദിന്റെ തൊട്ടടുത്തുള്ള കൂട്ടാളികൾ അരയിലെ വാളെടുത്ത് കഅബിന്റെ കഴുത്തിന് നേരെ നോക്കി വട്ടാൻ കൈയുതിർത്തപ്പോൾ ആ കൈ പിടിച്ചു വെച്ചുകൊണ്ട് മുഹമ്മദ് പറഞ്ഞു, ഇദ്ദേഹം മാപ്പ് പറഞ്ഞ വ്യക്തിയാണ്, ഇദ്ദേഹത്തിന്റെ ശരീരത്തിലെ രോമം പോലും തൊടാൻ വേണ്ടി പാടില്ല. പഠിക്കണം പോപ്പുലർ. ഇതാണ് ഇസ്ലാം മതത്തിന്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി 23 കൊല്ലം തന്നെ വ്യക്തിഹത്യ നടത്തിയ കഅബ് എന്ന് പറയുന്ന കവിയോടെടുത്ത സമീപനം. പഠിക്കണം. ആ അന്ത്യപ്രവാചകന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു അധ്യാപകനെ ചെയ്തത് തെറ്റെന്ന് തിരിച്ചറിഞ്ഞ ഒരു അധ്യാപകന്റെ കൈ പട്ടാപകൽ വെട്ടിമാറ്റിയത് ജനവിരുദ്ധ മാത്രമല്ല, നാടിനാപത്തായ പ്രവർത്തനം മാത്രമല്ല, ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന വസ്തുത പോപ്പുലർ ഫ്രണ്ട് തിരിച്ചറിയണം. എന്താ CD-യിൽ രണ്ടാമത് പറഞ്ഞത്? CD-യിൽ രണ്ടാമത് പറയുന്നത് ഗവൺമെന്റുകളെ വിശ്വസിക്കേണ്ടതില്ല, സർക്കാരിനെ ഒന്നും വിശ്വസിക്കേണ്ട. ഇസ്ലാം മതത്ത് പറഞ്ഞിട്ടുണ്ട്, സൂറത്തിലുണ്ട്, ആയത്തിലുണ്ട്, സർക്കാരിനെ വിശ്വസിക്കേണ്ടതില്ല. ഏത് സൂറത്തിൽ ഏത് ആയത്തിലാണ് പോപ്പുലർ ഫ്രണ്ടുകാരാകുന്നത്? സർക്കാരുകളെ വിശ്വസിക്കേണ്ട എന്നല്ല, സർക്കാരുകളെ വിശ്വസിച്ച് ജീവിക്കണമെന്നാണ് ഇസ്ലാം മതം വിശുദ്ധ ഖുർആൻ ഗ്രന്ഥത്തിൽ പറയുന്നത്. നിരവധി സൂറത്തുകളുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല, അല്ലാഹുവിനെ മുഹമ്മദിനെ, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല, മുഹമ്മദ് അന്ത്യപ്രവാചകനാണ്, അത് വിശ്വസിക്കുക. വ ഉലിൽ അംരി മിൻകും, സർക്കാരുകളെ വിശ്വസിക്കുക, സർക്കാരുകളെ വിശ്വസിക്കുക, സർക്കാരുകളെ പിൻപറ്റുക, സർക്കാരിന്റെ നിയമങ്ങൾ പാലിക്കുക. ഇതാണ് ആ സൂറത്ത് പറയുന്നത്. പിന്നെ നിങ്ങൾ എവിടുന്നാ പഠിച്ചത്? അപ്പൊ മതഗ്രന്ഥത്തെ ദുർവ്യാഖ്യാനിച്ച് ഇസ്ലാം മതത്തിലെ ചെറുപ്പക്കാരെ നിഷിദ്ധമാക്കിയ ഭീകരവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന നിങ്ങൾ മതവിരുദ്ധരല്ലേ? ദേശവിരുദ്ധർ മാത്രമല്ല, മതവിരുദ്ധരുമാണ്. മൂന്നാമത് പറയുന്നു, ബദർ യുദ്ധം പോലെ ഇത് പ്രതിരോധമാണ്. ബദർ യുദ്ധം പ്രതിരോധ. പക്ഷെ ബദർ യുദ്ധത്തില് 313 മനുഷ്യരെ വെച്ചാണ് 2000-ഓളം എതിരാളികളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടത്. ബദർ യുദ്ധത്തിൽ മുഹമ്മദിന് ആയുധത്തിരകളില്ലായിരുന്നു, ആളെ കൊല്ലാനുള്ള പരിശീലനമില്ലായിരുന്നു. 313 മനുഷ്യരുടെ കയ്യിൽ 9 കുന്തവും 7 വാളുമായിരുന്നു ആകെയുള്ള ആയുധം. അത് വെച്ചിട്ടാ നേരിട്ടത്. അത് വെച്ച് നേരിട്ടു എന്ന് മാത്രമല്ല, ആ യുദ്ധത്തിൽ അവസാനം മാപ്പ് പറഞ്ഞവർ മുഴുവൻ വെറുതെ വിട്ടു. സ്ത്രീകളെ, കുട്ടികളെ ഒഴിവാക്കി. യുദ്ധ നിയമങ്ങൾ പാലിച്ച ബദർ ഒരു പ്രതിരോധ യുദ്ധമാണ്, മാതൃകാ യുദ്ധമാണെങ്കിൽ നിങ്ങൾ നടത്തുന്നത് കാടത്തമല്ലേ? കാടത്ത ഒരു തർക്കമില്ല. ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു, അതിന് കഥകൾ പ്രചരിപ്പിക്കുന്നു. അതിന് കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇസ്ലാം മതത്തിലെ ചെറുപ്പക്കാരെ വഴിതെറ്റിച്ച് കൊണ്ടുപോകാൻ പ്രവർത്തിക്കുന്നു NDF. പ്രതിരോധ അപരാധമല്ല, അതുകൊണ്ട് അതിൽ പങ്കെടുത്ത് അഥവാ നമ്മൾ കൊല്ലപ്പെട്ടു പോയാൽ നമ്മൾ ഷഹീദുകളാണ്. അതുകൊണ്ട് നിങ്ങളാരും പേടിക്കേണ്ട, പരലോകത്ത് നമ്മുടെ സ്ഥാനം സ്വർഗമാണ്. ഇതാ പാവപ്പെട്ട ചെറുപ്പക്കാരോട് പറഞ്ഞു കൊടുക്കുന്നത്. ഇസ്ലാം മതത്തിൽ ഷഹീദ് എന്ന അറബി വാക്കിന്റെ അർത്ഥം രക്തസാക്ഷി എന്നാണ്. തീർച്ചയായും മതം ഷഹീദിന്റെ സ്ഥാനം പരലോകത്ത് സ്വർഗമാണ് നൽകുന്നത്. പക്ഷെ NDF പറയുന്നത് പോലെയല്ല. 5 തരത്തിലാണ് മതം ഷഹീദിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. 1, പ്ലേഗ് പോലുള്ള രോഗം ബാധിച്ച് മരിക്കുന്നവൻ ഷഹീദാണ്, രക്തസാക്ഷിയാണ്, പരലോകത്തവന്റെ സ്ഥാനം സ്വർഗമാണ്. 2, അതിസാരം പോലുള്ള രോഗം ബാധിച്ച് മരിക്കുന്നവൻ ഷഹീദാണ്, രക്തസാക്ഷിയാണ്, പരലോകത്തവന്റെ സ്ഥാനം സ്വർഗമാണ്. 3, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന നിരപരാധി നിഷ്കളങ്കൻ ഷഹീദാണ്, രക്തസാക്ഷിയാണ്, പരലോകം അവന് സ്വർഗം നൽകുന്നു. 4, സത്യവിശ്വാസത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനത്തിൽ പങ്കുകൊണ്ട് കൊല്ലപ്പെടുന്നവൻ, മരണപ്പെടുന്നവൻ ഷഹീദാണ്, രക്തസാക്ഷിയാണ്, പരലോകം അവന് സ്വർഗം നൽകുന്നു. 5, കെട്ടിടങ്ങൾ പൊളിഞ്ഞു തകർന്ന് അതിനടിയിൽപ്പെട്ട് മരിക്കുന്ന നിരപരാധി നിഷ്കളങ്കൻ ഷഹീദാണ്, പരലോകത്ത് അവന്റെ സ്ഥാനം സ്വർഗമാണ്. മതം സത്യവിശ്വാസികളോട് പറയുന്നു. ഇതിൽ NDF പറയുന്ന പോലെയല്ല മതം ഷഹീദിനെ വ്യാഖ്യാനിച്ചിട്ടില്ല. ഉത്തരേന്ത്യയിലെ മാർക്കറ്റിലെ കെട്ടിടം മതം നിഷിദ്ധമാക്കിയ ഭീകരവാദത്തിന്റെ പേര് പറഞ്ഞ് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേരിൽ ഒരു കഞ്ചാവടിയൻ ഭീകരവാദി ആ മാർക്കറ്റ് കെട്ടിടം ബോംബ് വെച്ച് തകർക്കാൻ ബോംബ് കൊണ്ടുപോയി വെച്ച് തിരിഞ്ഞോടുമ്പോ ബോംബ് പൊട്ടിത്തെറിച്ച് ആ കഞ്ചാവടിയൻ ഭീകരവാദി അതിന്റെ അടിയിൽപ്പെട്ട് കൊല്ലപ്പെടുന്നു. ഓൻ ഷഹീദാണോ? മതം പറഞ്ഞതുപോലെ ഓന്റെ സ്ഥാനം പരലോകാണോ? അല്ല. ആ മാർക്കറ്റിൽ സാധനം വാങ്ങാൻ വേണ്ടി പോകുന്ന 32 വയസ്സുള്ള മുഹമ്മദ് എന്ന് പറയുന്ന വാപ്പയും
8 വയസ്സുള്ള അദ്ദേഹത്തിന്റെ മകൻ മുസ്തഫയും ഒന്നും അറിയാത്ത നിരപരാധികൾ, നിഷ്കളങ്കർ. ആ സ്ഫോടനത്തിൽ കെട്ടിടം തകർന്ന് അതിനടിയിൽപ്പെട്ട് കൊല്ലപ്പെടുന്ന 2 നിരപരാധികൾ. അവരാണ് മതം പറയുന്ന ഷഹീദ്. അവരുടെ സ്ഥാനമാണ് പരലോകത്തെ സ്വർഗം, അല്ലാതെ കഞ്ചാവടിയും ഭീകരവാദിയുടെ സ്ഥാനമല്ല. ഇങ്ങനെ മതത്തെ ദുർവ്യാഖ്യാനിച്ചു ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന് ഈ കേരളത്തിന്റെ മണ്ണിൽ ഇസ്ലാം മതവിശ്വാസികളിലെ മഹാഭൂരിപക്ഷം വരുന്ന മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ജനങ്ങളെ അണിനിരത്തി ഞങ്ങളുടെ ജീവൻ ഉൾപ്പെടെ നഷ്ടപ്പെട്ടാലും ഉജ്ജ്വലമായ പോരാട്ടം ഈ കേരളത്തിലെ മണ്ണിൽ നടത്തുമെന്ന പ്രഖ്യാപനമാണ് ഈ ഓഗസ്റ്റ് 15. ഒരു തർക്കവും വേണ്ട. ഇതാ ഞങ്ങളുടെ പ്രഖ്യാപനം. ആരാ ഇവരെ സഹായിക്കുന്നത്? ഇതാ ഞങ്ങളുടെ ചോദ്യം. ആരാ പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കുന്നത്? കേരളത്തിലെ കോൺഗ്രസ് അല്ലേ? കേരളത്തിലെ ലീഗല്ലേ? കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഭീകരവാദത്തിനെതിരെയൊക്കെ പറഞ്ഞ് ഈ കൈവിട്ടുണ്ടായപ്പോ, പക്ഷെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പേരെടുത്ത് പറയാൻ ഇന്ന് വരെ തയ്യാറായോ? ചില സ്ത്രീകളുണ്ട്, ഭർത്താക്കന്മാരെ പേര് പറയാൻ മടിയാണ്. എന്റെ മോന്റെ അച്ഛനാണ് രാഹുലന്റെ അച്ഛൻ അങ്ങക്ക് ചായ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. വിവേകിന്റെ അച്ഛൻ അങ്ങക്ക് ഫോണും കിട്ടോ? സദാനന്ദാത്താന്ന് വിളിക്കൂല. അത് ദേഷ്യം കൊണ്ടല്ല, ഒരു ഭയഭക്തി, ഒരു സ്നേഹമാണ്, ഒരു നാണം, സ്നേഹത്തിന്റെയും ഭാഗമാണ്. അതുപോലെയല്ലേ ഉമ്മൻചാണ്ടിയും ചെന്നിത്തല രമേശും പോപ്പുലർ ഫ്രണ്ട് എന്ന് പേരെടുത്ത് പറയാൻ തയ്യാറല്ല, ഭീകരവാദം എന്ന് പറയുന്നു. എന്താ ബേജാറ്? ബേജാറിന്റെ കാര്യം എല്ലാവർക്കും അറിയാം. ഈ കോഴിക്കോട്ടുകാരോട് പ്രത്യേകം പറഞ്ഞിരുന്നു. ഈ കാരപ്പറമ്പ് അങ്ങാടി 2009 മെയ് മാസം 16 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണി ഐക്യ ജനാധിപത്യ മുന്നണി വിജയിച്ചപ്പോൾ ഇടതുഭാഗത്ത് കോൺഗ്രസിന്റെ കൊടിയും വലതുഭാഗത്ത് ലീഗിന്റെ കൊടിക്കുമൊപ്പം നടുവിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പതാകയുമായ പ്രവർത്തകർ ഒരുമിച്ചല്ലേ ആഹ്ലാദ നൃത്തമാടിയത്? അതാ ഉമ്മൻചാണ്ടിനെന്നാണ്, അതാ സദാനന്ദാട്ടാന്ന് വിളിക്കാത്തത്. മാറാട് കലാപത്തിലെ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് പ്രതികളായ LDF-ന്റെ പ്രവർത്തകരെ സംരക്ഷിക്കാൻ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാനുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ആര് ഭരിച്ചു കേരളം? ആന്റണിയും ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും E.T. മുഹമ്മദ് ബഷീറുമല്ലേ? കൊണ്ടോട്ടിയിലെ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയ LDF പ്രവർത്തകനെ സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ലെറ്റർ പാഡിൽ MLA എഴുതിയ കത്ത്, ലീഗിന്റെ MLA അല്ലേ, പേര് ഞാൻ പറയുന്നില്ല, അങ്ങട് അല്ലാന്ന് പറഞ്ഞോളൂ. ഇതേ സ്ഥലത്ത് പൊതുയോഗം വെച്ച ആളെ പേര് പറയാം. ലീഗിന്റെ MLA അല്ലേ സ്വന്തം ലെറ്റർ പാഡിൽ എഴുതി ആ ഭീകരവാദിയെ രക്ഷിക്കാൻ വേണ്ടി എഴുതി കൊടുത്തു. ഇങ്ങനെയുള്ള സമീപനം ഇവിടെ എടുക്കുന്നത് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയല്ലേ? ലീഗിന്റെ സ്ഥിതി നമുക്കൊക്കെ അറിയാം. ലീഗില് ഒരു യഥാർത്ഥ മതവിശ്വാസിക്ക് ലീഗിൽ നിൽക്കാൻ പറ്റില്ല. കാരണം അധികാരമില്ലാത്ത ഒരു വിഷയം ലീഗിന് പ്രശ്നമല്ല. ലീഗിനാകുള്ള പ്രശ്നം അധികാരം. ഒരു 2-3 മന്ത്രിമാരുണ്ട്, കുറച്ച് അഴിമതി നടത്തണം. ഇനിയിപ്പോ അജ്ജായാലും പ്രശ്നമില്ല, അത്രയായാലും കയ്യെത്ത് പാരം. എങ്ങനെയെങ്കിലും അഴിമതി നടത്തി ചില്ലറ ഉണ്ടാക്കണം, ഈ ഒറ്റ ആഗ്രഹം ലീഗിനുള്ളൂ. ബാബരി മസ്ജിദ് 992 ഡിസംബർ 6 തകർന്നു. ബാബരി മസ്ജിദ് തകർന്നപ്പോൾ മുസ്ലിം പള്ളിയാണെന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ മാത്രമല്ല ഈ രാജ്യത്ത് ദുഃഖിച്ചത്. ഈ രാജ്യത്ത് ദുഃഖിച്ചത് ബാബരി മസ്ജിദ് കേവലം ഒരു പള്ളി മാത്രമല്ല, ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ പ്രതീകമാണെന്ന് പറഞ്ഞ് മതനിരപേക്ഷത നെഞ്ചിൽ കാത്തു സൂക്ഷിച്ച മഹാഭൂരിപക്ഷം ജനങ്ങളാണ്. തീവ്ര ഹിന്ദുത്വ നിലപാടെടുത്ത് കർത്തവ്യം നടത്തിയ RSS